കൂട്ടുകാരെ ഇത് കണ്ട, ഇത് 2009 എഴുതിയ ഓട്ടോഗ്രാഫിയാണേ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ട. ഇതിൽ അന്ന് ഞാൻ ഇത് ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോയതാണേ. നമ്മൾ ഇവിടെ കുമാരപുരം ബദനി എന്ന് പറയുന്ന സ്ഥലത്ത് സിസ്റ്റേറ്റ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ 2 വർഷം നമുക്ക് തൊഴിൽ പഠിക്കാം. അതിൽ കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടറല്ല, ടൈപ്പ് റൈറ്റ്, ബുക്ക് ബൈൻഡിങ്, തയ്യൽ, ക്രാഫ്റ്റ്, പിന്നെ തോന്നുന്നു ഇത്രയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭിന്നശേഷിക്കാരായ 60 കുട്ടികളവിടെ പഠിക്കുമായിരുന്നു. നമ്മളെല്ലാവരും ഭിന്നശേഷിക്കാരായിരുന്നു, എല്ലാവരും അതുപോലെ തന്നെ ലേഡീസ് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 വർഷം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പിരിഞ്ഞ് പോരാ സമയത്തിന് കുട്ടികൾ എഴുതി തന്നതാണ് ഓട്ടോഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് അത് കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഇരിപ്പുണ്ട്. ഓരോ കുട്ടികളും നല്ല നല്ല ഇത് എഴുതിയിട്ടുണ്ടെന്നറിയാം. ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അന്ന് ഇങ്ങനെ നമ്മൾ പിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര കരച്ചിലും എളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊക്കെ പോരുമ്പോൾ ഒരുപാട് പേര് കരച്ചിലായിരുന്നു കേട്ടോ. പോയ ഇവിടെ എന്തോ വലിയൊരു ഇതാണ്, നമ്മൾ അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ല ഭയങ്കരമായിട്ട് പോകുമായിരുന്നു. അന്ന് ഞാൻ ക്രച്ചസും വെച്ച് കാലിപ്പറക്കിയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഇപ്പം കുറേ കാലം നമ്മൾ ആരും പിന്നെ അന്നൊക്കെ വന്ന ഇടയ്ക്കൊക്കെ ലെറ്ററൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഒരു ബന്ധവും ഇല്ലാതെയായി. അത് കഴിഞ്ഞ് ഒരുത്തി ഇന്ന് 27 വർഷത്തെ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അമ്പൂരിലുള്ള കുട്ടിയാണ് അവൾ. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അവൾ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അവളെ വീട്ടിൽ പോവുകയും പിന്നെ നമ്മൾ ഫോണിലൂടെയൊക്കെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത് പോയിട്ട് കുറേ സുഹൃത്തുക്കളെയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് പിന്നെ ഇപ്പം വീണ്ടും ഞങ്ങൾ ഒരു 4-5 വർഷത്തിനിപ്പുറം വെച്ച് വീണ്ടും ഒക്കെ ഈ വാട്സപ്പും ഒക്കെ വന്ന് ഫേസ്ബുക്കൊക്കെ ആയതിനു ശേഷം അതിലൂടെ മെസ്സഞ്ചറിലൂടെയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന ആളാൽ നമ്മൾ മനസ്സിലായി, അങ്ങനെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അതിലിപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പാട്ട് പാടുന്ന മോളി റിജി ഞാനും ഒത്തു പഠിച്ചതാണ്. അവളവിടെ പാലോടാണ്. അവളെൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ടില്ല, ഒത്തിരി ദൂരെയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡുമായിട്ട് കഴിയുകയാണ്. നല്ലൊരാളാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പിന്നെ റീന എന്ന് പറയുന്ന അത് ഇത് ചാനലൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും നെയ്യാറ്റിൻകരയാണ്. അവളും ഞാനും അവളെയും വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് നല്ല കെയർ ചെയ്യുന്ന ഒരാളാണ്. അവൻ ഗൾഫിലാണ്. അങ്ങനെയൊക്കെ നല്ല അവർ നമ്മളെ വീട്ടിൽ വരെയും അവളെ വീട് പാലിയാച്ചിനൊക്കെ ഞാൻ പോയിരുന്നു. അല്ലാതെ 2 തവണ പോയിരുന്നു, ഞങ്ങളൊക്കെ പോയിരുന്നു. അങ്ങനെ നമ്മളിപ്പോഴും നല്ല സൗഹൃദമായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് ഫ്ലോറൻസ് എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയായിട്ട് നമ്മളെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. ചേച്ചിയും കാരക്കോണത്താണ്. ആ ചേച്ചിയുടെ നമ്മളിപ്പം ഫോൺ വിളിക്കുകയും നല്ല സൗഹൃദമായിട്ട് കഴിയുകയാണ്. പിന്നെ ഇനിയുണ്ട്. ഇപ്പം കുറച്ച് പേരെ നമ്മളിങ്ങനെ ഫോണിലൂടെയൊക്കെ ഇപ്പം വിളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ കുറേ പേരൊന്നും നമുക്കറിയില്ല. എനിക്ക് അവിടെ നിന്നതിൽ ഏറ്റവും ഉറ്റ സുഹൃത്തെന്ന് പറയുന്ന അഞ്ചു ഡൊമിനിക് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ആങ്ങളെയൊക്കെ അന്ന് ഗൾഫിലാണ്. അപ്പോൾ അവൻ ആങ്ങളെയൊക്കെ വരുമ്പോൾ എന്ത് കൊണ്ടുവന്നാലും ഈ കൂടെ നിൽക്കുന്ന കുട്ടികളറിയാതെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവരുന്ന വസ്ത്രമായാലും സോപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എനിക്ക് വിളിച്ചു ഇവരാരും കാണാതെ കൊണ്ടുതരും. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ നമ്മൾ കുറേ നാളൊക്കെ ലെറ്റർ എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോൺ വിളിയും കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാൻഡ് ഫോണൊക്കെ കട്ടായപ്പോഴത്തേന് പിന്നെ അങ്ങൊരു ഇതുമില്ലാതായി. പിന്നെ ഈ മൊബൈലൊക്കെ ആയപ്പോൾ നമുക്ക് അവളെ സംസാരിക്കാൻ അങ്ങനെ അവർ നമ്പർ അങ്ങനെയൊന്നും അറിയാതെയൊക്കെ ഇപ്പം ഞാൻ ഒരുപാട് അവളെ കാര്യത്തിനായിട്ട് തിരക്കുകയാണ്. പക്ഷെ അത്ര സ്നേഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു 6-7 മാസത്തേക്ക് മുമ്പ് അവളുടെ അഡ്രസ്സൊക്കെ ഞാൻ മറന്നുപോയി. എങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്, പക്ഷേ അഡ്രസ്സില്ല. അവളുടെ ഇങ്ങനെ എഴുതി ഒപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ 2 ലെറ്ററൊക്കെ എഴുതി അയച്ചു. പക്ഷേ അതിന് മറുപടിയൊന്നുമില്ല. ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇതിലിപ്പോൾ ഇതിൽ കാണുമ്പം അഞ്ചു ഡൊമിനിക് എവിടെയായിരുന്നു കണ്ടാലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം, എനിക്ക് മെസ്സേജ് ഇടണം. എനിക്ക് അത്രയും കാണാൻ ആഗ്രഹമായിരുന്നിട്ടാണ്. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ജോളി എന്ന് പറയുന്ന ഒരാൾ, അവൾ മൂലമറ്റത്താണ്. ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി, അങ്ങനെ ജോലിയിലൊക്കെ ഇരിക്കുന്നു. കണ്ടിട്ടില്ല, വിളിക്കും. പിന്നെ ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഇടുക്കിക്കാരിയാണ്. അവളും വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡുമായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഒത്തിരി കൂട്ടുകാരുമായിട്ടൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ സൗഹൃദം പുതുക്കാറുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ ഇതിലോരോന്ന് എഴുതിയിരിക്കുന്നത് കണ്ട്. അപ്പോൾ അന്നും അവിടെ നിൽക്കുമ്പോഴും എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നുവെച്ചാൽ ഞാനും അങ്ങനെയാണ്. ആരോടെയും മിണ്ടാതിരിക്കുകയും അവരോട് ക്ലാസ്സിലൊക്കെ പോയ ബാൻഡിങ് ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര ഇതായിരിക്കും. എന്നെ എത്രയോ ദിവസം സിറ്റ് ഔട്ടിൽ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് അറിയാൻ ചിരിക്കുന്നതുകൊണ്ട് അവിടെ സൈലൻ്റായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പോൾ അത് സിസ്റ്റർമാരായതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ അടുത്ത ക്ലാസ്സിൽ കേട്ടൂടെ ചിരിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ തമാശകൾ പറഞ്ഞ് അങ്ങോട്ട് ചിരിക്കും. അപ്പോൾ അങ്ങനെ അത് കണ്ട് എന്നെ എത്ര ദിവസം സിറ്റ് ഔട്ടിൽ പിടിച്ച് ഉണർത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കുറേ നമ്മുടെയൊക്കെ തരണം തരുന്നത് നമ്മളെ പോരും. പിന്നെ അത് പോയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ
ആ കൂട്ടുകാരോടൊത്ത് കളിച്ചും ചിരിച്ചും 2 വർഷം പോയതറിഞ്ഞില്ല. മനസ്സിൻ്റെ വിഷമവും വേദനയില്ല അപ്പോഴും നമ്മൾ അറിയില്ലായിരുന്നു. അവിടെ നിന്ന് പിരിഞ്ഞ് വരുന്ന സമയത്ത് ഓരോരുത്തരെ കരച്ചിൽ കണ്ട് നമുക്ക് സത്യം പറയും അപ്പോഴാണ് നമ്മളുടെ ഉള്ള സ്നേഹത്തെ പറ്റി മനസ്സിലാവുന്നത്. പിന്നെ പ്രീതി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ഏറ്റവും കുഞ്ഞായിരുന്നു. 14 വയസ്സോ 15 വയസ്സോ എന്തോ അവർക്കുള്ളൂ. അവൾ ഭക്ഷണം വാരി കഴിക്കുമ്പോഴും വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ കൈ വിറയ്ക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകരൊന്നും അവരൊരു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവൾക്ക് പോയി വെള്ളം എടുത്ത് കുടിച്ച് കൊടുക്കുമായിരുന്നു. വെള്ളം എടുത്ത് കുടിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. സത്യം പറയുക അന്ന് ഞാൻ പോരുമ്പോൾ അവൾക്ക് എന്നെ കെട്ടിപ്പിടിച്ച് വെച്ച് കരയായിരുന്നു. ചേച്ചി അപ്പം ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ഇനി ആരും എനിക്ക് വെള്ളം പിടിച്ച് തരുമെന്ന് ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഞാൻ പോകണമെങ്കിൽ അതിന് പകരം നിനക്ക് ഒരാൾ വരും സമാധാനപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ കുട്ടിയെയും ഫോൺ നമ്പർ അങ്ങനെയൊന്നുമില്ല, എവിടെയൊന്നും അറിയില്ല. പിന്നെ ജയലേഖ എന്ന് പറഞ്ഞ ഒരു കുട്ടി, അവളും ഞാൻ 1.5 വർഷത്തോളം പിണങ്ങിയിരുന്നു നിസ്സാര കാര്യത്തിന്. അവൾ വീട്ടിൽ പോയിട്ടൊക്കെ വെക്കേഷൻ അവധിക്കൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അച്ചാറൊക്കെ ഇട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എൻ്റെ ചോറി കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ശരിക്കും വഴക്ക് പറയുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട് കേട്ടാ. നിസ്സാര കാര്യത്തിന് പിണങ്ങിയതാണ്, അത് ഞാനങ്ങ് വലിയ കാര്യത്തിലെടുത്ത്. തിരിച്ച് വരുന്നതുവരെ ഞാൻ അവളോട് മിണ്ടൂലായിരുന്നു. മുന്നോട്ട് പോകാൻ തീർത്ത് പോകാൻ ഒരാഴ്ചയ്ക്ക് ഞാൻ ചെന്ന് വലിയ മിണ്ടി. ജയലേഖയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണോ ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ ഭൂരിപക്ഷം പേരും വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഒക്കെ കൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് പേരൊക്കെ അങ്ങനെ ഇങ്ങനെ ഈ മോളി റജിയൊക്കെ നമ്മൾ പുറ്റ സുഹൃത്തുക്കളാണ്. പുള്ളിക്കാരി ചാനലൊക്കെ തുടങ്ങി ഇതുപോലെ പാട്ട് പാടുന്നുണ്ട്. യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. എല്ലാവരും അവളെ ചാനലിൽ അവളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നെ പോലെ കാല് വയ്യാത്തതാണ്. ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുകയാണ്. പാവം കൊച്ചാണ്. സാമ്പത്തികൻ്റെ ഒക്കെ വളരെ മുന്നോട്ടൊന്നും അല്ല. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ 1-2 വാക്ക് എഴുതിയിരിക്കണം, ഞാൻ പറഞ്ഞു തരാം. മാഞ്ഞു പോയി കേട്ടോ. ഇങ്ങനെ മഷിയല്ലേ മഷി പേനയിട്ട് എഴുതിയതാണ്. വേറെ മഷി പേനയൊക്കെ ഇട്ട് എഴുതിയതാണ്. ഒത്തിരി നാളായില്ലേ. ഈ ലോകയാത്രയിൽ ബദാനിയ തൻ പൂങ്കാവനത്തിൽ കണ്ടുമുട്ടിയ നമ്മൾ പോയ വസന്തത്തിൻ ഓർമ്മയുമായി വേർപാടിൻ വേദനയുമായി ശിശിരകാലത്തിൻ കിളികൾ കരയുന്ന രാവിൽ സ്വർഗമാർന്ന പറുദിശയിൽ വീണ്ടും കണ്ടുമുട്ടുന്ന പ്രതീക്ഷയോടെ ബിന്ദു ആൻ്റണി. ഒരാൾ എഴുതിയിരിക്കുന്നുണ്ടോ? മാഞ്ഞു പോയി കേട്ടോ അക്ഷരങ്ങളൊക്കെ. അമ്പികയെ നിനക്ക് എന്നും സുഖമായിരിക്കട്ടെ എന്ന് അഞ്ചു ഡൊമിനിക്ക്. അവൾ അത്ര എഴുതിയിട്ടുള്ളൂ കേട്ടോ. വല്ലപ്പോഴും എന്നെ ഓർക്കുക. വല്ലപ്പോഴും അല്ല, ഞാൻ എന്നും ഓർക്കാറുണ്ട്. പക്ഷേ സംഭവം കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. ഇതിൽ ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ നാം തമ്മിൽ പിരിയുകയായി. സുജ. ചെറുത് കണ്ടുകൂടാ കേട്ടോ, മാഞ്ഞു പോയല്ല. 27 വർഷമായില്ലേ. 27 വർഷം കൊണ്ട് ഞാൻ സൂക്ഷിച്ച സാധനമാണ് ഇത്. നിധി പോലെ സൂക്ഷിച്ച് ഒത്തിരി ലെറ്ററൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ വീട് പണ്ട് ഓല കെട്ടിയ വീടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഈ ചാണകം മെഴുകിയ തറയായിരുന്നു. അപ്പം നീച്ചതിൽ കയറി കൊണ്ട് വച്ചിരുന്നിടത്തന്നെ ഒത്തിരി നഷ്ടപ്പെട്ടു. ഒത്തിരി കത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അന്ന് 50 പൈസ ഇല്ലൻ്റ്. അപ്പോൾ അത് നമ്മൾ വാങ്ങി ലെറ്റർ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. പക്ഷേ 5 ഡൊമേക്കിൻ്റെ അഡ്രസ്സൊക്കെ അതിലായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അതാണ് ആളുടെ അഡ്രസ്സ് അറിയാൻ പറ്റാതെ വന്നത്. അങ്ങനെ നമ്മൾ 27 വർഷത്തെ സൗഹൃദമാണത്. ഞങ്ങൾ കന്യാകുമാരിയിൽ ടൂറൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് പോകാറുണ്ട്, സിസ്റ്റേഴ്സ് കൊണ്ടുപോയി. പിന്നെ അത് പോയിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്തൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയൊക്കെ വരുമായിരുന്നു. അത് നമ്മൾ കാലിപ്പറൊക്കെ ശരിയാക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ സോപ്പ് നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോണത്. ഭക്ഷണം മാത്രമേ തരുള്ളൂ. സോപ്പ് എണ്ണ അതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ഡ്രസ്സും ഒക്കെ അങ്ങനെയാണ്. പിന്നെ എന്ത് രസമാണെന്നറിയാം, നമ്മൾ അടുത്ത കാട്ടിലൊക്കെ കിടക്കുമ്പോൾ രാത്രി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചുകൂടാൻ വേണ്ടി കൂടെ സംസാരിച്ചുകൂടാ. അങ്ങനെയൊക്കെ ഞങ്ങൾ
പതുക്കെ ഓരോന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങ് ചിരിച്ചു പോകും കേട്ടോ. നമ്മൾ എൻ്റെ അടുത്ത് കിളിമാനൂരുള്ള ഒരു കൊച്ചായിരുന്നു എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് കിടക്കുന്നത്. അവളിപ്പം ജോലിയുണ്ട്, കിളിമാനൂർ പഞ്ചായത്ത് ഓഫീസിലാണ്. പുള്ളി വിവാഹം കഴിഞ്ഞ ഒരു മോനൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ ഇടയ്ക്ക് 2 ദിവസം വിളിച്ചു. പിന്നെ തിരക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവളാണ് എൻ്റെ അടുത്ത് കിടക്കുന്നത്. ഒത്തിരി രസമായിരുന്നു എന്നറിയാം. നമ്മൾ രാത്രി ചിരിയും ബഹളമൊക്കെ എത്ര ദിവസം സിസ്റ്റേഴ്സ് ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ചിരിക്കുന്നത് കൊണ്ട്. അതിൽ മുൻതരയിൽ ഞാനാണ് എല്ലാ കാര്യത്തിലും. അപ്പം അന്ന് ഈ നമ്മളൊക്കെ പാവാട ബ്ലൗസൊക്കെ ഇട്ട് നടക്കണ കാലം, ചുരിദാറൊക്കെ ഫാഷനായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആങ്ങളെയൊക്കെ കാണാനൊക്കെ നല്ല സ്മാർട്ടായിരുന്നു. സുരേഷ് ഗോപിയെ പോലെ ഇരിക്കുമായിരുന്നു. സുരേഷ് ഗോപിയെന്ന് പിള്ളേർ പറയുമായിരുന്നു. അപ്പോൾ പിള്ളേർ ഒരുമാതിരിപ്പെട്ട പിള്ളേരൊക്കെ എന്നോട് പറയുമായിരുന്നു, എൻ്റെ ആങ്ങളെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ, എൻ്റെ കല്യാണം കഴിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചിരിക്കുന്നു, എൻ്റെ ആങ്ങളെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. സത്യം എൻ്റെ ആങ്ങളെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കറുപ്പാണെങ്കിലും കാണാൻ നല്ല രസം. അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടിട്ട് അവരൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, നീ ചോദിച്ചു നോക്ക്, ഇഷ്ടമാണോ എന്ന് ചോദിച്ചു നോക്കെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. 2 വർഷവും നമ്മൾ അടിച്ച് പൊളിച്ച് അവിടെ ജീവിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയൂട്ടുകാരെ ഒരുപാട് നീളം കൂടി വീഡിയോ ഇതിൽ കയറുമെന്ന് എനിക്കറിയത്തില്ല. ചില വീഡിയോ നീളം കൂടി കയറാൻ പാടെന്ന് അവർ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നിർത്തുകയാണ്. പിന്നെ ബായ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമാണല്ലോ. ബായ് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ.